അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന ഖുർആൻ ഹിഫ്ള് പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഖുർആനിന് 50 മാർക്കും ഹിഫ്ളിന് 50 മാർക്കും, അങ്ങനെയാണ് ആകെ മാർക്ക്. ഖുർആനിൽ നിന്ന് വന്ന ചോദ്യം, സൂറത്തുൽ അൻഫാലിൽ നിന്ന് 66-ാമത്തെ ആയത്ത് ബ്രാക്കറ്റിൽ അൽ ആന ഖഫഫ മുതൽ മഅസ്സാബിരീൻ 66-ാമത്തെ ആയത്താണ് വിദ്യാർത്ഥികൾ ഓതി കൊടുക്കേണ്ടത്. ഏതാണ് ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ആന ഖഫഫല്ലാഹു അൻകും വഅലിമ അന്ന ഫീകും ളഅഫാ فإن يكن منكم مئة صابرة يغلبوا 200 وإن يكن منكم 1000 يغلبوا 2000 بإذن الله والله مع الصابرين. ഈ ആയത്താണ് വിദ്യാർത്ഥികൾ ഓതി കൊടുക്കേണ്ടത്. അതിൽ മാർക്കിന്റെ മാനദണ്ഡം എങ്ങനെയാണ്? അൻകും അൻകും എന്നുള്ളതിൽ ഇഖ്ഫാ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 3 മാർക്ക്. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ സാക്കിനായ നൂനിന് ശേഷം കാഫ് വരുമ്പോൾ അവിടെ മറച്ചു മണിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഇഖ്ഫാ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 മാർക്ക്. അതുപോലെ അൻകും വ, അൻകും വ, അവിടെ സാക്കിനായ മീമിന് ശേഷം വാവ്, അൻകും വ അലിമ. അപ്പോൾ സാക്കിനായ മീമിന് ശേഷം വാവ് വന്നാൽ ഇൽഹാറാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 മാർക്ക്. അന്ന എന്നുള്ളതിൽ നൂനിന് ഉന്നത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, മണിച്ചിട്ടുണ്ടെങ്കിൽ 3 മാർക്ക്. ഫഇയകുൻ, ഫഇയ, അവിടെ സാക്കിനായ നൂനിന് ശേഷം യാ വന്നപ്പോൾ ഇദ്ഗാമുൻ ബിഉന്ന ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 മാർക്ക്. മിൻകും മിഅത്തുൻ, അവിടെ സാക്കിനായ മീമിന് ശേഷം മീമ് തന്നെ വന്നു, ഇദ്ഗാമുൻ ബിഉന്നയാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 മാർക്ക്. മിഅത്തുൻ സാബിറ, തൻവീനിന് ശേഷം സ്വാദാണ്, അവിടെ ഇഖ്ഫ ആണ് ചെയ്യേണ്ടത്. ചെയ്തിട്ടുണ്ടെങ്കിൽ 3 മാർക്ക്. സാബിറത്തുൻ യഗ്ലിബു, തൻവീനിന് ശേഷം യാ വന്നു, ഇദ്ഗാമുൻ ബിഉന്ന. അങ്ങനെ ഓതിയിട്ടുണ്ടെങ്കിൽ 3 മാർക്ക്. യഗ്ലിബു 2000, ഇവിടെ മദ് മുൻഫസിൽ, യഗ്ലിബു അത് അവസാനിക്കുന്നത് മദ്ദക്ഷരം കൊണ്ടാണ്. അടുത്ത പദം തുടങ്ങുന്നത് ഹംസ കൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ് മുൻഫസിൽ എന്ന് പറയുന്നത്. 3 അലിഫിന്റെ സൈസ് നമ്മൾ നീട്ടണം. അങ്ങനെ നീട്ടി ഓതിയിട്ടുണ്ടെങ്കിൽ അവിടെ 3 മാർക്ക്. ബിഇദ്നില്ലാഹ്, അവിടെ തർക്കീഖ്, ലാമുൽ ജലാലത്തിന് ബിഇദ്നില്ലാ, ലാമിനെ അല്ലാഹ് എന്നുള്ളതിനെ അവിടെ തർക്കീഖ് ആക്കിയിട്ടുണ്ടെങ്കിൽ 3 മാർക്ക്. മഅസ്സാബിരീൻ, മദ് ആരിളാണ്. മദ് ആരിള് എന്ന് പറയുമ്പോൾ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂന് പുതുതാകുമ്പോൾ ഉണ്ടാകുന്ന മദ്ദാണ് മദ് ആരിള്. അങ്ങനെ മദ് ആരിള് ആയിട്ട് ഓതിയിട്ടുണ്ടെങ്കിൽ 3 മാർക്ക്. പിന്നെ മഖ്റജുകൾ കൃത്യമാണെങ്കിൽ 16 മാർക്ക്. തുടക്കവും അവസാനവും ഒക്കെ നല്ല രൂപത്തിലായിട്ടുണ്ടെങ്കിൽ 4 മാർക്ക്. ഇങ്ങനെയാണ് മാർക്കിന്റെ മാനദണ്ഡം. ഇനി തഹ്ഫീളുൽ ഖുർആൻ, ഹിഫ്ള്, സൂറത്ത് യാസീനിന്റെ 32 ആയത്തുകളാണ് വിദ്യാർത്ഥികൾ പഠിക്കേണ്ടിയിരുന്നത്. അതിൽ ചോദ്യം വന്നത് സൂറത്ത് യാസീൻ 7 മുതൽ 9 കൂടിയ ആയത്തുകൾ. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം എന്നുള്ള ആയത്ത് മുതൽ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ എന്ന ആ 9-ാമത്തെ ആയത്ത്, ആ 2 ആയത്തുകൾ, ആ 3 ആയത്തുകൾ. അതുപോലെ രണ്ടാമത്തെ ചോദ്യം സൂറത്ത് യാസീനിലെ 28, 29, 30 എന്നീ ആയത്തുകൾ, അതായത് വമാ അൻസൽനാ അലാ ഖൗമിഹി എന്ന് തുടങ്ങുന്ന ആയത്തുകൾ. ഇങ്ങനെയാണ് യാസീനിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ. ഇനി മൂന്നാമത്തത് ഒരു ചോദ്യം കൂടെ അവിടെയുണ്ട്. ളുഹ്ർ നിസ്കാരത്തിന്റെ നിയ്യത്ത് അറബിയിൽ പറയാനാണ്. ഉസല്ലി ഫർള സലാത്തുൽ ളുഹ്രി 4 റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല എന്ന് വിദ്യാർത്ഥികൾ അറബിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ 14 മാർക്ക്. ഇങ്ങനെയാണ് 5ാം ക്ലാസ്സിൽ എന്ന് വന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ. വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ തന്നെ ഓതി കൊടുത്തിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.